നമസ്കാരം. ബിഗ് ബോസ് അപ്പം ബിഗ് ബോസ് ഒക്കെ തീരാൻ പോവാണ്. ലൈക്കും ഷെയറും കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അഭ്യർത്ഥനയാണ്. ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ചെയ്യുന്നതല്ലേ, ഈ വയസ്സാം കാലത്തൊക്കെ ചെയ്യുന്നതല്ലേ, ഒന്ന് പരിഗണിക്കാം. ഓക്കെ, നമുക്കിന്ന് പറയാനുള്ളത് അപ്പം പോയവർ ഓരോരുത്തരായി എയർപോർട്ട് വഴി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആര്യൻ വരുന്നു, ലക്ഷ്മി വരുന്നു, പ്രവീൺ വരുന്നു, ജിഷിൻ വരുന്നു, അഭിലാഷ് വരുന്നു. അങ്ങനെ എല്ലാവരും ഇന്ന് എത്താൻ സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ പ്രൊമോയ്ക്കകത്ത് കാണിച്ചിരിക്കുന്ന ജിഷിനും അഭിലാഷും റെന ഫാത്തിമ ഒക്കെ വരുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഈ പഴയ കാര്യങ്ങളൊക്കെ കിള്ളി എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ട്. കട്ടപ്പശൈത്യ വീണ്ടും വന്നിട്ട് കട്ടപ്പശൈത്യ ആയിക്കൊണ്ടാണ് കട്ടപ്പകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വിശേഷം കൂടെ. അതായത് കട്ടപ്പശൈത്യ വന്ന് ഓരോന്ന് പറയുന്ന അക്കൂട്ടത്തിൽ ആദില അതിൻ്റെ കൂടെയായി, നൂറ അക്കൂടെയായി, ബിൻസി അക്കൂടെയായി. പക്ഷെ ബിൻസി പറഞ്ഞ ഒരു കാര്യം കൃത്യമായ കാര്യമാണ്. നീ പറയുന്ന അപ്പം അനുമോൾ വീണ്ടും വീണ്ടും പറയുന്ന ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ എന്ന് എടുത്തെടുത്ത് പറയുമ്പോൾ ബിൻസി ചോദിക്കുന്നുണ്ട്, എൻ്റെയും അപ്പാനിയുടെയും കാര്യം നീ സത്യമായിട്ടാണോ പറഞ്ഞതെന്ന്. അപ്പോൾ അവൾ അനുമോൾ പറയുന്നു എനിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ പറയുന്നത് നീ തോന്നിയത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് തോന്നിയത് തെറ്റാണെന്ന് തോന്നി. ഇപ്പം ഞാൻ അപ്പാനിച്ചതിൻ്റെ അടുത്ത് കാല് പിടിച്ച് മാപ്പ് അപേക്ഷിച്ചു. അപ്പോൾ ബിൻസി പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് മാപ്പ് അപേക്ഷിച്ചാൽ മതി, പക്ഷെ പുറത്ത് ഞാനാണ് അനുഭവിച്ചത് മുഴുവനെന്ന്. അതൊരു വല്ലാത്തൊരു തിരിച്ചറിവ് തന്നെയാണ്. ശരിയാണ്, പലരുടെയും കാര്യം അങ്ങനെ തന്നെയാണ് അല്ലേ. പുറത്തിറങ്ങിയവർക്ക് അത് അതിൻ്റെ ബുദ്ധിമുട്ടുള്ളൂ. ശൈത്യ കട്ടപ്പ വീണ്ടും വന്ന് കട്ടപ്പയാണ് ആവുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളൊക്കെ കാണുന്നതാണ് സോഷ്യൽ മീഡിയയിൽ അവർ എത്രമാത്രം ഹരാസ് ചെയ്യുന്നു, എത്രമാത്രം മോശക്കാരായിട്ട് കാണിക്കുന്നു. ഈ ഒരു ഷോയിൽ വന്നതുകൊണ്ട് ഇങ്ങനെ അനുമോളുടെ വായിൽ നിന്ന് കേൾക്കുന്ന ഈ മോശം വാക്കുകൾ കൊണ്ട് എന്നിട്ട് പറയുന്നു ശൈത്യയെക്കുറിച്ച് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു വലിയ കാര്യം ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല, എനിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. അപ്പോൾ ബിൻസിയും സമ്മതിക്കുന്നുണ്ട് ഹാ ഹൂ എന്നൊക്കെ വെച്ച്. അതായത് ബിൻസിക്ക് വലിയ കാര്യമായിട്ട് മനസ്സിലായിട്ടല്ല ഹാ ഹൂ വെച്ച്, അത് നിന്റെ നന്മ, ഞാനങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, അപ്പം നീ അത് നല്ലത് കൊണ്ട്. പക്ഷേങ്കിൽ എൻ്റെ കാര്യത്തിൽ നീ പറയുന്നത് ശരിയല്ല എന്ന് ബിൻസി പറയുന്നുണ്ട് അത് ഞാൻ പാരിസരത്തിനോട് ഞാൻ കാല് പിടിച്ച് മാപ്പ പറഞ്ഞത്. ഈ മാപ്പ പിടിച്ചപ്പോൾ നിൻ്റെ ഇത് അക്ബറും കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇത് തന്നെയാണ്, നിനക്കൊരു മാപ്പപേക്ഷയിൽ നിന്റെ കാര്യം തീർന്നു. പക്ഷേങ്കിൽ പുറത്തൊരു ജീവിതം ഉണ്ടെന്നും അവിടെ എത്രമാത്രം ഞാൻ മോശക്കാരനായെന്നും നിനക്ക് മനസ്സിലാവത്തില്ല. നീ പറയുമ്പോൾ നിന്റെ കാര്യം കഴിഞ്ഞു, നിന്റെ മെൻ്റൽ സ്ട്രെസ് അവിടെ കഴിഞ്ഞു. പക്ഷേങ്കിൽ അങ്ങനെയല്ല, ഇത് കേൾക്കുന്നവരുടെയും പുറത്ത് ഇറങ്ങുമ്പം ജീവിക്കേണ്ടവരാണ് നമ്മൾ ഈ ഷോ കഴിഞ്ഞിട്ടും. ആ ഒരു കാര്യം അനുമോൾ മറന്നു പോകുന്നു. അതുപോലെ തന്നെ അനുമോളുടെ PR വന്ന് കണ്ടമാനം ഇപ്പം ലൈവിനകത്താണെങ്കിലും ശൈത്യക്ക് സ്പേസ് കൊടുക്കരുത്, അവരെ കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അനുമോൾ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം കുത്തിപ്പൊക്കാനായിട്ടാണ് ഇവരെല്ലാം വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൊള്ളാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈവ് ഞാൻ ഇടുന്നത് തന്നെ ആയിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.